ഈ അടുത്ത ദിവസം ഡിപ്ലോമയുടെ റിസൾട്ട് വന്നു. ഡിപ്ലോമയുടെ റിസൾട്ടിന് ശേഷം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഇനി ബിഫാം പഠിക്കണോ, ഡിപ്ലോമ എടുത്തു പോവോ, എവിടെ പഠിക്കുന്നതാണ് നല്ലത്, എക്സാം ഉണ്ടോ അതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ഡിപ്ലോമ കഴിഞ്ഞ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ലാറ്ററൽ എൻട്രി വഴി ബിഫാമിന് അഡ്മിഷൻ നേടാം. അതിന് നിങ്ങൾ എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ചേരാൻ പോകുന്ന കോളേജിനെ പ്യൂർലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ കോളേജ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പാസ് ഔട്ടായി അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയാസ് പാസ്സായതിനു ശേഷമായിരിക്കും അവർ അഡ്മിഷൻ എടുക്കുക. ഇനി ചില കോളേജുകളിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലും അവരുടെ സീറ്റുകളുടെ അടിസ്ഥാനത്തിലും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരില്ല. ഡിപ്പെൻഡ്സ് അപ്പോൾ പ്യൂർലി ഓൺ ദി കോളേജ്. ഇനി ഔട്ട് ഓഫ് കേരള ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചു, ബാംഗ്ലൂർ പഠിച്ചാലോ കോയമ്പത്തൂർ പഠിച്ചാലോ കുറച്ച് സമയം കൊണ്ട് വേഗം പഠിച്ചു തീരുന്ന കാര്യങ്ങളുണ്ട്, അവിടെ പോയി പഠിച്ചാലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് കോളേജിന് അഫിലിയേഷൻ ഉണ്ടോ, അത് അംഗീകാരമുള്ള കോളേജാണോ, ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണെന്നൊക്കെ നിങ്ങൾ വ്യക്തമായി ഒരു ധാരണ വരുത്തിയതിനു ശേഷം അത് അംഗീകൃതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അങ്ങനെയുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ പഠിച്ചത് ഒരു അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിലാണ്, കോളേജിലാണെങ്കിൽ അവിടുത്തെ ലൈസൻസ്, ഇപ്പോൾ ഒരു തമിഴ്നാട് ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ് ആണെങ്കിൽ ആ ലൈസൻസിന് നിങ്ങൾക്ക് പതിയെ കേരളത്തിലോട്ടുള്ള ലൈസൻസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ ലൈസൻസ് കൺവെർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾ എന്നുള്ള പേഴ്സൺ ആണ്. നിങ്ങൾക്ക് ഡിപ്ലോമ പഠിച്ചപ്പോൾ ഈ ഫാർമസിനെ കുറിച്ച് കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ദയവ് ചെയ്ത് ബെറ്റർ നിങ്ങളൊരു ബിഫാം സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ അതിനകത്തുള്ള സബ്ജക്ട്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. അത് ഡിപ്ലോമ പഠിച്ച ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇനി എന്തൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളത്, അതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് സ്വന്തം ചോദിക്കുക. പിന്നെ ഡിപ്ലോമ പഠിച്ച ഒരു DME എന്ന് പറയുന്ന ഒരു ഇതിന്റെ അണ്ടറിലല്ല ബിഫാം വരുന്നത്. അത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് ബിഫാം വരുന്നത്. അത് കുറച്ചുകൂടി ടഫാണ്, ഡീപ്പർ ആണ്. ഒരു ഔട്ട് ഓഫ് 100 50 മാർക്സ് ഒക്കെ നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റൂ. പിന്നെ പോലെ ലാബ് എക്സാമും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആസ് യൂഷ്വൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ കൂടുതലായി നോക്കി മനസ്സിലാക്കി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോ എല്ലാവരും കറക്റ്റായ ഉചിതമായ തീരുമാനങ്ങളിൽ എത്തട്ടെ എന്ന് വിശ്വസിക്കുന്നു. കറന്റ്ലി കേരളത്തിൽ ഡിഫാമിന് വാല്യൂ ഉണ്ട്. നിങ്ങള് ഡിപ്ലോമ കഴിഞ്ഞവരെയും ഫാർമസിസ്റ്റ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. നമ്മുടെ PSCയിലെല്ലാം ഡിപ്ലോമ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് കേരള PSC ഫാർമസിസ്റ്റ് എക്സാം എഴുതാവുന്നതാണ്. ഇനി ഭാവിയിൽ എടുത്തു പോകുന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണത്. നിലവിൽ അതുണ്ട്, അംഗീകാരമുള്ളതാണെന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുക. എല്ലാവരും അവരവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള എന്താണോ കാര്യങ്ങൾ അതിൽ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.